നമ്മൾ Re2Cl8ലുള്ള മെറ്റൽ ബോണ്ടിനെ പറ്റിയാണ് പറഞ്ഞത് അല്ലേ. ഇറ്റ്സ് എ ക്വാഡ്രപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ ദ റീനിയം ആറ്റംസ് and it's a combination of one sigma bond, two pi bonds and a delta bonds. And the bonding can also be ചിലപ്പോൾ നമ്മളിങ്ങനെ എഴുതും sigma 2 pi 4 delta 2 combination. sigma 2 pi 4 delta 2 combination. എന്താണ് നമുക്കറിയാം, ഒരു sigma bond bonding and anti-bonding orbital, then you have a 2 pi bonds and one delta bond. ഇപ്പുറത്ത് ഡെൽറ്റ സ്റ്റാർ ഉണ്ട്, ഇതിൻ്റെ ഇപ്പുറത്ത് പൈ സ്റ്റാർ ഉണ്ട്, ഇതിൻ്റെ ഇപ്പുറത്ത് സിഗ്മ സ്റ്റാർ ഉണ്ട്. ഇത് സിഗ്മ, ഇത് പൈ, ഇത് ഡെൽറ്റ, ഇത് ഡെൽറ്റ സ്റ്റാർ, ഇത് പൈ സ്റ്റാർ, ഇത് സിഗ്മ സ്റ്റാർ. And we have also seen that the sigma bonding is the most effective one. That's why the sigma and sigma star orbitals are widely apart. The pi bonding is less effective compared to sigma, and the delta bond is the weakest one. And the combination of all these bonds brings the two rhenium atoms very close together. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ. Okay. And we have seen that the two ReCl4 units are eclipsed because only in this configuration can the dxy orbital can form the delta bond. Pi bond formation നമ്മൾ പറഞ്ഞു. Pi bond formationൽ dxy ഉം xy അല്ല dxz കൂടി കമ്പൈൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ തന്നെ വരണം. ഇങ്ങനെ വന്നാൽ എന്താ കുഴപ്പം? ഇങ്ങനെ വന്നാലാണ് dyz ഉണ്ടാവണം. അങ്ങനെ ബോണ്ട് ഫോം ചെയ്യാന്. പക്ഷെ എന്താണ്, അപ്പോഴും നമ്മളെ dxy ഓർബിറ്റലിന്റെ ഓറിയന്റേഷൻ ശരിയായി വരണമെങ്കിൽ എക്ലിപ്സ്ഡ് ആയേ മതിയാവും. പറഞ്ഞ മനസ്സിലായോ? dxz ഒരു പൈ ബോണ്ട് ഫോം ചെയ്തു, dyz വേറെ ഫോം ചെയ്തു പറഞ്ഞു. ഈ രണ്ട് xz അങ്ങോട്ട് മാറിയിട്ടും പൈ ബോണ്ട് ഫോം ചെയ്യാം. പക്ഷെ അപ്പോഴും സ്റ്റാഗേർഡ് ആണെങ്കിൽ എന്താ കുഴപ്പം? നാലാമത്തെ ബോണ്ടായ ഡെൽറ്റ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് then the d orbitals will not be in the same orientation for the formation of a delta bond. 4 ലോബ്സ് നമുക്ക് 4 ലോബ്സ് നേരെ മേലെ വരണം. എന്നാൽ മാത്രമേ അത് സമാന്തര പാരലായിട്ട് വരണം. എന്നാൽ മാത്രമേ ഡെൽറ്റ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. And if you compare a similar species, for example, OS2Cl8, again 2 minus, അതാണ് തന്നെ ഉണ്ട്. Re2Cl8 2 minus പോലെ തന്നെ OS2Cl8 2 minus. In this case, it is seen that the OSCl4 species, just like ReCl species, are staggered, not eclipsed. ഇവിടെ ഇത് eclipsed ആണ്, ഇവിടെ എത്തുന്നത് staggered ആണ്. എന്തുകൊണ്ടായിരിക്കാം? or why? കാരണം ആലോചിച്ചാൽ വളരെ സിമ്പിൾ ആണ്. You can see that റീനിയം ഓസ്മിയം തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ്? ചെറിയൊരു വ്യത്യാസമുണ്ട്, വളരെ അടുത്ത ബന്ധമുണ്ട്. എന്താണ്? പീരിയോഡ് ടേബിളില് റീനിയം കഴിഞ്ഞ ഉടനെ വരുന്ന എലമെന്റ് ആണ്. അടുത്ത അറ്റോമിക് നമ്പർ ആണ് ഓസ്മിയം. മാംഗനീസ്, ടെക്നീഷ്യൻ, റീനിയം, അയൺ, റുത്തീനിയം, ഓസ്മിയം. മനസ്സിലായില്ലേ? അതായത് പീരിയോഡ് ടേബിളിൽ റീനിയം തൊട്ടടുത്ത് വരുന്ന എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസ്മിയം will have one more electron than rhenium. റീനിയത്തിന് എത്ര ഇലക്ട്രോൺ ഉണ്ടായിരുന്നു? അതിനേക്കാൾ ഒരു ഇലക്ട്രോൺ. എത്ര ഡി ഇലക്ട്രോൺ ഉണ്ടായതിനേക്കാൾ ഒരു ഡി ഇലക്ട്രോൺ കൂടുതലായിരിക്കും ആർക്ക്? ഓസ്മിയത്തിന്. പറയുന്നത് മനസ്സിലാകുന്നില്ല? ബിക്കോസ് ഓസ്മിയം is the next element of rhenium in the periodic table, or it is next higher element in the series. We can see that atomic number is just +1 of rhenium. ഓക്കെ, അതുകൊണ്ടെന്താ വ്യത്യാസം? 2 ഇലക്ട്രോൺ കൂടുതൽ. ചുരുക്കി പറഞ്ഞാല് ReCl 2 minus OS2Cl8 2 minus കമ്പയർ ചെയ്ത് കഴിഞ്ഞാല് you can see that OS2Cl8 2 minus species is behaves similar to Re2Cl8, but the difference is that it has 2 more electrons. 2 ഓസ്മിയം ഉണ്ട്. ഒരു ഓസ്മിയത്തിന് 1 കൂടി, 2 കൂടുതൽ. ഇതിന്റെ കോൺഫിഗറേഷൻ എന്തായിരുന്നു? ഇത് റീനിയം 3+ ആയിരുന്നു. ഇത് ഓഫ് കോഴ്സ് ഓസ്മിയം 3+ ആണ്. This was a D4 and this is a D5. ഒരു ഇലക്ട്രോൺ കൂടുതലുണ്ട്. 5 10 ഇലക്ട്രോൺസ് ഉണ്ട്. 10 ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ മറ്റേ എത്രയാണ്? 4 8 ഇലക്ട്രോൺസ്. 8 ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് എങ്ങനെയായിരുന്നു? നമുക്ക് ഓർമ്മയുണ്ട്. മോളിക് ഓർബിറ്റൽ പിക്ചർ നോക്കി കഴിഞ്ഞാല് 2 4 6 8 all the bonding orbitals are filled and the corresponding anti-orbitals are empty. That's why the bond order is 4. Here, if you
Yes, compare. If you consider a parallel situation, we can see that instead of 8 electrons, you have a 10 electrons, and the next 2 electrons should go into the delta star orbital. ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ് ഡെൽറ്റ സ്റ്റാർ ഓർബിറ്റലിലേക്കാണ് അത് പോകേണ്ടത്, ശരിയല്ലേ? ആൻഡ് വൺസ് ഇറ്റ് ഗോസ് ഡെൽറ്റ സ്റ്റാർ ഓർബിറ്റൽ മീൻസ് ദാറ്റ് ക്യാൻസൽസ് ദ ഇഫക്റ്റ് ഓഫ് delta bond, and now the bond order is only 3 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ബോണ്ട് ഫോം ചെയ്തുകൊണ്ട് അതിന് പ്രത്യേകിച്ച് യാതൊരു മെച്ചവുമില്ല. ഡെൽറ്റ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെൽറ്റ സ്റ്റാർ ഓർബിറ്റിലേക്കാണ് കൂടുതൽ 2 ഇലക്ട്രോൺസ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് ഇഫക്റ്റീവ്ലി നോ ഡെൽറ്റ ബോണ്ടിങ്, ഓർ ഇറ്റ്സ് ഓൺലി എ ട്രിപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ osmium and osmium in OH2Cl8, whereas in Re2Cl8 it is a quadruple bond. അതുകൊണ്ട് ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാനില്ല, ക്വാഡ്രപ്പിൾ ബോണ്ട് ഫോം ചെയ്യേണ്ട, ഡെൽറ്റ ബോണ്ട് ഫോം ചെയ്യേണ്ട എങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇത് വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ലഭിക്കേണ്ട യാതൊരു ആവശ്യമില്ല. It will have the more preferred staggered conformation, and OH2Cl8 has a staggered conformation. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ടാണ് സ്റ്റാഗേർഡ് ആയിരിക്കുന്നത്. അല്ലെ ബോണ്ട് ഓർഡർ 3 മാത്രമേ ഉള്ളൂ. നമ്മൾ OH2Cl8 Re2Cl8 എഴുതുമ്പോൾ Re1 2 3 4 Re Cl4 Cl4 എന്ന് എഴുതും. ഓസ്മിയം ആണല്ലോ, ഓസ്മിയം Cl4 1 2 3 ഓസ്മിയം Cl4 ഇങ്ങനെ എഴുതും. ട്രിപ്പിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ, എന്തില്ല ക്വാഡ്രപ്പിൾ ബോണ്ട് ഇല്ല. ഇത് വേറെ നോക്കി നമുക്ക് മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, കഴിഞ്ഞ ദിവസം നമ്മളെ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു Re2Cl8 പറ്റി പറഞ്ഞു ഇതിന് ഇത്ര 4 ഇലക്ട്രോൺസ് ഉണ്ട്. 1 2 3 4 ഇലക്ട്രോൺസ് ഉണ്ട്. പിന്നെന്താണ് ഡി സെറ്റ് സ്ക്വയറും ഇല്ല ഡി എസ് സ്ക്വയർഡ് മൈനസ് വൈ സ്ക്വയർഡും എസും പി എക്സും പി വൈയും കൂടി DsP2 ഹൈബ്രിഡൈസേഷൻ നടത്തി. എന്നിട്ട് ആ 4 ഓർബിറ്റലിലേക്കാണ് ക്ലോറൈഡ് 4 ക്ലോറൈഡുകൾ കൊടുക്കുന്ന 4 ഇലക്ട്രോൺ പെയർസ് വരുന്നത്. പിന്നെ ഒരു ഡി ഓർബിറ്റലും ഇവിടെ ഉള്ള ഇതേതൊരു പി സെറ്റും ഡി സെറ്റ് സ്ക്വയറും പി സെറ്റും കൂടി ഹൈബ്രിഡൈസ് ചെയ്ത് DP ഹൈബ്രിഡ് ഓർബിറ്റലിനായി അതിൽ ഒരു ഓർബിറ്റലാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് റീനിയം സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്, അല്ലെ? ബാക്കി 3 എണ്ണമാണ് നമ്മൾ പറഞ്ഞ പോലെ 2 പൈ ബോണ്ടും ഒരു ഡെൽറ്റ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇവിടെ എന്താ സ്ഥിതി? ഇവിടെ ഓൾറെഡി 5 ഉണ്ട്. ആരില്ലേ? ഓസ്മിയത്തിൽ 4 അല്ല. അപ്പോൾ ഓസ്മിയം ഇതുപോലെ ഒരു DsP2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമുക്കറിയാം, ഈ ഇലക്ട്രോണിനെ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടേക്ക് തട്ടണം. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങോട്ടേക്ക് പറഞ്ഞാൽ സെറ്റ് സ്ക്വയറിലേക്ക് എന്നല്ല, ടു വൺ ഓഫ് ദി ഡി ഓർബിറ്റൽസ്. സ്വാഭാവികമായിട്ടും ഒരു ഡി ഓർബിറ്റൽ ഓക്കുപ്പൈഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് 2 ബോണ്ട് ഫോം ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അത് 2 പൈ ബോണ്ടുകൾ ഫോം ചെയ്ത് കഴിയും. പിന്നെ എന്തില്ല, ഡെൽറ്റ ബോണ്ട് ഫോം ചെയ്യേണ്ട ആവശ്യമില്ല എന്നല്ല, സാധ്യതയും അതിനില്ല. ബിക്കോസ് ദർ ഇസ് നോ ഡി ഓർബിറ്റൽ വിത്ത് അൺപെയർഡ് ഇലക്ട്രോൺസ്. One of the d orbitals will have a pair of electrons because of this arrangement, and only 2 d orbitals are left behind, and these two maybe dxz and yz forming the pi bond, and the dxy orbital is having 2 electrons, and it remains as such. That means there is only a triple bond between osmium and osmium. അത് അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. ഇങ്ങനെ പറയുന്ന കുറച്ചൊരു എളുപ്പമാണ്. ഡെൽറ്റ ബോണ്ട് ഉണ്ടാവും വിചാരിക്കുക. ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ ആകുമ്പോൾ ഈ ഡെൽറ്റ സ്റ്റാർ 2 ഇലക്ട്രോൺസ് വരുന്നെന്ന് പറഞ്ഞാൽ എന്താണ്? ബോണ്ടിങ് ആന്റിബോഡി ഒരു ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ ആ ബോണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ you can see that only a triple bond is there between 2 osmiums. And നമ്മുടെ തിയറി അനുസരിച്ച് മാക്സിമം റിപ്പൽഷൻ മിനിമം ആക്കാൻ വേണ്ടി അത് എക്ലിപ്സിന് പകരം സ്റ്റാഗേർഡ് കൺഫർമേഷനിൽ നിൽക്കും. റീനിയത്തിന്റെ കേസിൽ റിപ്പൽഷനെ സഹിച്ചുകൊണ്ടും അത് എക്ലിപ്സ് കൺഫർമേഷനിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദി എക്സിസ്റ്റൻസ് ഓഫ് ദി ഡെൽറ്റ ബോണ്ട് ഹിയർ there 2 electrons are less. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇത് ട്രിപ്പിൾ ബോണ്ടാണ്, അത് സ്റ്റാഗേർഡ് ആണ്. ഇത് എന്താണ്? ക്വാഡ്രപ്പിൾ ബോണ്ടാണ്, അത് എക്ലിപ്സ്ഡ് ആണ്. ക്വാഡ്രപ്പിൾ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ എക്ലിപ്സ്ഡ് ആയാൽ മതിയാവും. ഇവിടെ ക്വാഡ്രപ്പിൾ ബോണ്ട് ഫോം ചെയ്യേണ്ട ആവശ്യമില്ല, ഫോം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിനെ ബുദ്ധിമുട്ട് സ്റ്റാഗേർഡ് ആയിട്ടാണ് നിൽക്കും. പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? പിന്നെ വേറൊരു കാര്യമുള്ളത്, you can see that most of these species
especially Re2Cl8 എടുത്താൽ തന്നെ Re2Cl8 is having a very intense royal blue color. Re2Cl8 2- അല്ലെങ്കിൽ MO2Cl8 4- അത് 4- കാരണം എന്താണ്, മോളിബ്ഡൻ എന്ന് പറഞ്ഞാൽ റീനിയത്തിന്റെ ഇപ്പുറം വരുന്നതാണ്. അപ്പൊ 2 ഇലക്ട്രോൺ കുറവായിരിക്കും. മനസ്സിലണ്ട? സി, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ആലോചിച്ച് വരണം കേട്ടാ. മോളിബ്ഡിനം, ക്രോമിയം, മാംഗനീസ്, അയൺ. ക്രോമിയത്തിന് താഴെ മോളിബ്ഡിനം, ടങ്സ്റ്റൺ. മാംഗനീസിന് താഴെ ടെക്നീഷ്യം, റീനിയം. അയണിന് താഴെ ഇപ്പൊ റീനിയത്തിൽ നിന്ന് നമ്മൾ നേരത്തെ റീനിയം നോസ്മിയത്തിലേക്ക് പോയപ്പോഴത്തേക്ക് 1 ഇലക്ട്രോൺ കൂടി 2 റീനിയമുള്ളതുകൊണ്ട് 2 മെറ്റലിലുണ്ട് 2 ഇലക്ട്രോൺ കൂടി. ഇവിടെ നേരെ സ്ഥിതി എന്താണ്, ഇപ്പുറത്തേക്കാണ്, നേരെ ഇപ്പുറത്തേക്കാണ് വരുന്നത്. 1 ഇലക്ട്രോൺ കുറവായിരിക്കും. അതുകൊണ്ടാണ് MOCl8 Re2Cl8 2- ഐസോ ഇലക്ട്രോണിക് ആയിട്ട് പറയുമ്പോൾ MO2Cl8 4- എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇവിടെ 2 ഇലക്ട്രോൺ കൂടുതലുള്ള കേസിനെ പറ്റി പറഞ്ഞ നമ്മൾ മനസ്സിലല്ല പറഞ്ഞത്. ഐസോ ഇലക്ട്രോണിക് പറഞ്ഞ നമ്മൾ എന്താ പറയുന്നതായിരുന്നു, OS2Cl8 ഒന്നും പറഞ്ഞുകൂടാ. കാരണം എന്താണ്, എന്നാലേ അത് ഇലക്ട്രോൺസിന്റെ എണ്ണം തുല്യമുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ മൈനസ് പുറത്തേക്ക് മനസ്സിലായി, കൂടുതൽ ഇലക്ട്രോൺസ് ആണെന്ന് അർത്ഥം. പറയുന്ന കാര്യം ക്ലിയർ ആണല്ലോ? So if you consider MO2Cl8 4-, it is iso. ഒരു മിനിറ്റ്. Okay. So you can see that this is also having an isoelectron structure, so there is a quadruple bond MO bond. That is a quadruple bond, no doubt, because it is having the same electronic configuration as a Re2Cl8 2-, so it will have നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ σ2 pi4 delta 2 configuration, σ2 pi4 delta 2 configuration. Okay, മറ്റേ നമ്മുടെ OS എടുത്ത് നമുക്ക് എന്ത് ചെയ്താൽ σ2 pi4 delta 2 delta star 2 എന്ന് എഴുതാനായിരുന്നു. അതുകൊണ്ട് ഇത് പോയി അങ്ങനെയാണ് 6 ഇലക്ട്രോൺസിന് 3 ബോണ്ട് ഓർഡർ വന്നു. ഓസ്മിയത്തിലേക്ക് ഇവിടെ 4 തന്നെ ഉണ്ട്. അതല്ല, ആ ബോണ്ട് ഓർഡറിനെ പറ്റി നമ്മൾ പറയുന്നത്. You can see that this is having a intense royal blue color, whereas this one has an intense red color. മനസ്സിലാകുന്നുണ്ടോ? And generally it is seen that such species always are intensely colored. അതിന്റെ കാരണത്തിലേക്ക് നമ്മൾ പോകേണ്ടത്. Why these compounds are very simple. Why these compounds are intensely colored? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സിഗ്മ ബോണ്ട് വളരെ സ്ട്രോങ് ആണ്, പൈ ബോണ്ട് അത്രത്തോളം സ്ട്രോങ് അല്ല, ഡെൽറ്റ ബോണ്ട് അതിനേക്കാളും സ്ട്രെങ്ത് കുറവാണ്. ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെൽറ്റ ആൻഡ് ഡെൽറ്റ സ്റ്റാർ ഓർബിറ്റൽസ് ഈസ് വെരി സ്മോൾ എന്ന് നമ്മൾ പറഞ്ഞു. അന്നും പറഞ്ഞു, ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞു. ഈ ഡെൽറ്റ ഓർബിറ്റൽ, കാരണം ഡെൽറ്റ ഈസ് ദി ഹയസ്റ്റ് occupied molecular orbital and delta star is the lowest unoccupied molecular orbital, and we can see that if energy or photon of sufficient energy is available, such a transition is delta star transition is possible. And since the gap between this delta and delta star orbital is small, we can say the energy gap falls in the visible range. So photon of the visible range of suitable frequency is always absorbed in such cases. മനസ്സിലാണ്ട? അപ്പോൾ അവിടെ ഗ്യാപ്പ് കുറവാണ്. ആ ഗ്യാപ്പ് ഏകദേശം എത്രയേ ഉള്ളൂ? നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾക്കറിയാവുന്ന 400 to 800 നാനോമീറ്റർ എനർജിയിൽ വരുന്ന വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഡെൽറ്റ സ്റ്റാർ ട്രാൻസിഷൻ takes place by absorbing light in the visible range, so that the compound seems colored. നല്ല intense color ഉണ്ട് ഇതിന്. ഇതിന് നല്ല റെഡ് കളറാണ്, ഇതിനുള്ള റോയൽ ബ്ലൂ കളറാണ്. ആ കളറുള്ള കാരണം എന്താണ്? കാരണം ഈ പറഞ്ഞാണ്. മനസ്സിലാകുന്ന പറയുന്നത് എന്താ കാരണം പറഞ്ഞത്? വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഡെൽറ്റ ഓർബിറ്റൽ അൾട്രാസൗണ്ട് നമ്മൾ ഗ്യാപ്പ് കുറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. ഇതേ സമയത്ത് ഒരു പൈ ബോണ്ടുള്ള കോമ്പൗണ്ടിന് കളറില്ല. മനസ്സിലായില്ലേ? എന്തുകൊണ്ടില്ല? ബിക്കോസ് ദ പൈ സ്റ്റാർ ട്രാൻസിഷൻ ടേക്സ് പ്ലേസ് ഓൺലി ഇൻ ദ
ultraviolet region. It is having a greater gap as it requires a photon of a higher energy that falls in the UV range. നമുക്കറിയാം ഒരു ഡബിൾ ബോണ്ടിലെ കോമ്പൗണ്ട് കളർ 2 3 4 5 6 ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ കളർ വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. ഡീലോക്കറേഷൻ കൂടുന്നുണ്ടെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. അടുത്തൊന്നും പോകുന്നില്ല. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചിട്ടില്ല. കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട്സിന്റെ എണ്ണം കൂടി വരുമ്പോഴാണ് അത് കളേർഡായിട്ട് വരുന്നത്. ബീറ്റ കരോട്ടിനും കളേർഡ് ആയിരിക്കുന്നതിൽ വേറെ യാതൊരു ഫംഗ്ഷൻ ഗ്രൂപ്പും ഇല്ല. എന്താണ്, കുറേ ഡബിൾ ബോണ്ടുകളുണ്ട് ഇങ്ങനെ കോൺജുഗേറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു പൈബോണ്ടിൽ നിന്ന് കോമ്പൗണ്ടിൽ കളർ ഇല്ലാത്തത് എന്താണ്, അവിടെ ആ ട്രാൻസിഷൻ നടക്കുന്നതാണ്. പക്ഷെ ആ ട്രാൻസിഷൻ നടക്കണമെങ്കിൽ എനർജി ഇൻ ദ UV range is to be absorbed, whereas here the gap is very small, so that energy in the visible range is sufficient for such a transition, so that such a species has absorbed light in the visible range and appears intense color. ഇതിനൊക്കെ വളരെ ഇന്റൻസ് ആയ കളറാണ്. ട്രാൻസിഷന്റെ പോസിബിലിറ്റി ഒക്കെ വളരെ കൂടുതലാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇഫ് കൺസിഡർ ഒരു എക്സാമ്പിൾ പറയുന്നതിന് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കോമ്പൗണ്ട് Re2Cl8 2-, ഇതിന് പകരം Re2Cl4 ഈ സ്പീഷീസ് എടുക്കും. ഒന്നുമില്ല, അതിനെ കണ്ടിട്ട് ബേജാറുള്ള ആവശ്യമില്ല. 4 ക്ലോറൈഡിന്റെ സ്ഥാനത്ത് 4 ഫോസ്ഫീൻ ലിഗൻസ്. ഇത് പി ഫോസ്ഫറസ് ആണ്, പി ME PH ഫിനൈൽ. ഒരു ഫിനൈൽ ഉണ്ട്. ഏതെങ്കിലും എന്ത് പറയുന്ന ഫിനൈൽ ഡൈമെഥൈൽ ഫോസ്ഫീൻ എന്ന് പറയാം. ഡൈമീഥൈൽ ഫിനൈൽ എന്നൊക്കെ ഒരു ഫോസ്ഫീൻ ലിഗൻഡാണ്. PH3 പോലെ ലിഗൻ കണ്ടാവില്ല, അമോണിയ പോലെ ലിഗൻ മാത്രം ഉണ്ടാവില്ല. അതിനെപ്പറ്റി നമ്മൾ ബോധം ചെയ്യേണ്ട ആവശ്യമില്ല, അതല്ല പ്രശ്നം. ആൻഡ് വി കൻ തിങ്ക് ഓഫ് ഇപ്പൊ ഇതിന്റെ റീനിയത്തിന് ഓക്സിജൻ സ്റ്റേറ്റ് എത്രയാണ്? ശരി, ഈ 2- കാണാനില്ല, ശ്രദ്ധിക്കണം. What is oxidation state of rhenium? It's only 2. കാരണം ഇത് ചാർജ് ഒന്നുമില്ലെങ്കിൽ 2 4 പോസിറ്റീവ് 4 നെഗറ്റീവ്. റീനിയം 2 ആണ്. ഓക്കെ, Re2Cl4 ഇതൊന്നും മാറ്റില്ല. PME2 PH4 വിത്ത് 1 പോസിറ്റീവ് ചാർജ്. അപ്പൊ റീനിയത്തിന് ഓക്സിജൻ എത്രയായി? മൊത്തത്തിൽ ഒരു ചാർജ് കൂടി, ഒരു ഓക്സിജൻ സ്റ്റേറ്റ് കൂടി. ഇത് നമുക്ക് മാറ്റിയല്ലോ, ഇവിടെ വേണ്ട. ഓക്സിജൻ സ്റ്റേറ്റ് ഈസ് 2 ഹിയർ ഇറ്റ് ബിക്കംസ് 2.5 അല്ലേ? 2.5 2.5 കൂടിയ 5 കിട്ടും. 5 പോസിറ്റീവും 4 നെഗറ്റീവും. അതാണ് ഒരു പോസിറ്റീവ് പുറത്ത് വരുന്നത്. പിന്നെ അടുത്ത സ്പീഷീസ് ഇതേപോലത്തെ Re2Cl4 PME2 PH4 times 2+. Then it becomes a isoelectronic with a Re2Cl8 because now the oxidation state of rhenium is a 3. The rhenium 3+ ആണ്, the rhenium 2+ ആണ്, the rhenium 2.5+ ആണ്. ഓക്കെ, ഓക്സിജൻ സ്റ്റേറ്റ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. And we can see that if we measure the rhenium distance in these 3, ബാക്കിയെല്ലാം ഒരേപോലത്തെ സാധനം എടുത്തിരിക്കുന്നത്. In these 3 species, ഇതിലൊക്കെ rhenium നമ്മൾ ഡിസ്റ്റൻസ് അളന്നേക്കുന്നത്. You can see that in the first case it is around 224.1. In the second case it is 221.8 and the third case it is 221.5. Very close together. മനസ്സിലാകുന്നുണ്ടോ? സാധാരണഗതിയിൽ ഓക്സിജൻ സ്റ്റേറ്റ് കൂടി കഴിഞ്ഞാൽ ഇത്രയും കൂടിയ പാടില്ല. കാരണം വളരെ ക്ലിയർ ആണ്. കാരണം എന്താണ്, ഹിയർ ഇറ്റ് ഈസ് എ ഹാവിംഗ്, ഇവിടെ ഇത്ര ഇലക്ട്രോൺസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഇതിലേക്ക് പോവാം. ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണ്? റീനിയത്തിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം മാത്രം നോക്കേണ്ടത്. റീനിയം 3 ആണ്. നമ്മുടെ Re2Cl8 പോലെ തന്നെയാണ്. അതിൽ എത്രയുണ്ട്? 4 4 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെ എത്ര ഉണ്ടാവും? 9 ഇലക്ട്രോൺസ് ഉണ്ടാവും റീനിയത്തിന് ഷെയർ ചെയ്യാൻ അല്ലേ? ഇവിടെ 10 ഉണ്ടാവും. ഓക്സിജൻ സ്റ്റേറ്റ് കുറഞ്ഞു വരികയാണ്. ഒരു ഇലക്ട്രോൺ കൂടി വരികയാണ്. ഒരു ഇലക്ട്രോൺ കൂടി ഉണ്ടാണ്. ഇതാണ് പറയുന്നത്, മനസ്സിലാണ്ടോ? Sir, we have 8 electrons to be shared between 2 rheniums. Here we have 9 electrons to be shared between 2 rheniums, and here we have 10 electrons to be shared between 2 rheniums. Is this clear? ശരിയല്ലേ?
റീനിയം 2 ആണ്. റീനിയം 2 എന്ന് പറഞ്ഞാൽ D5 ആണ്. മാംഗനീസ് 2 തന്നെയാണ്. 5 5 10 ഇലക്ട്രോൺസ് ഉണ്ട്. ഇത് റീനിയം 4 ആണ്. അത് D4 ആണ്. 4 4 8 ഇലക്ട്രോൺസേ ഉള്ളൂ. ഇവിടെ 8, ഇവിടെ 10, സ്വാഭാവികമായിട്ടും ഇവിടെ 9 ആയിരിക്കും. അപ്പൊ ഇവിടെ 8 ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെ 9 ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെ 10 ഇലക്ട്രോൺസ് ഉണ്ട്. ബോണ്ട് ലെങ്ത് നോക്കിയേ. ബോണ്ട് ലെങ്തില് വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. 8 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാല് ശ്രദ്ധിക്കുക, 8 ഇലക്ട്രോൺസ് അല്ല 10 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞാല് സിഗ്മ 2 പൈ 4 ഡെൽറ്റ 2 and delta star 2, isn't it? The 10 electrons are distributed in this case like this: pi 2 delta pi sigma 2 pi 4 delta 2 delta 2 ഇലക്ട്രോൺ കൂടുതലുണ്ട്, delta star 2. മറ്റേ എത്തുമ്പോഴേക്ക് ഇതും മാറ്റമില്ല. ഡെൽറ്റ സ്റ്റാറിൽ അത് 1 ആവും, ഇതിൽ ഡെൽറ്റ സ്റ്റാറിൽ അത് 0. ശരിയല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഡെൽറ്റ ബോണ്ട് ഇതിൽ ഇല്ലാത്ത സ്ഥിതിയാണ്. ഇതിൽ വളരെ വീക്കാണ്. ഇതിൽ കുറച്ച് ഇത് വീക്ക് നമുക്കറിയാം, അതിനേക്കാൾ വീക്ക് ആയിട്ട് വരും. ഡെൽറ്റ ബോണ്ട് മൊത്തത്തിൽ വീക്കാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഡെൽറ്റ ബോണ്ടിൽ ഓർഡറിൽ ഡെൽറ്റ ബോണ്ട് ഓർഡറിൽ വരുന്ന വ്യത്യാസം ഇവിടെ ഇങ്ങനെ ബാധിക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ ബാധിച്ചിട്ടില്ല എന്ന് പറയും. കാരണം എന്താണ്? ഇത് ഏകദേശം ഒന്ന് തന്നെയാണ്. 24 ഏകദേശം ഇത് രണ്ടു നോക്കിയേ വളരെ വളരെ അടുത്താണ്. ഇതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് ഇത്രയും മാറിയിട്ട് വരും. 2 2 3 പോലും വ്യത്യാസത്തിലാണ്. ആകെ 2 3 മൂന്നില്ല. എന്താണ്? PMA ഉള്ളൂ. വെരി വെരി സ്മോൾ. അത്രയും ഉണ്ടായാൽ പോരാ, അതിനേക്കാൾ കൂടുതൽ വേണം സ്വാഭാവികമായിട്ടും. എന്തുകൊണ്ടായിരിക്കും? അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, if you increase the oxidation state of the metal ion, the nuclear charge, effective nuclear charge goes on increasing, isn't it? Oxidation state കൂടുന്നതിനനുസരിച്ച് effective nuclear charge കൂടുകയാണ്. nuclear charge കൂടുമ്പോൾ d orbitals എന്താവും? d orbitals കൂടുതൽ കൺട്രാക്റ്റഡ് ആവും. d orbitals ന്യൂക്ലിയസിനോട് കൂടുതൽ അടുത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ d orbitals ഫോം ചെയ്യുന്ന പൈ ബോണ്ട് കൂടുതൽ വീക്ക് ആവും. പറയുന്നത് മനസ്സിലാണ് നിങ്ങൾക്ക്? അപ്പൊ ഇവിടെ വരുന്ന വ്യത്യാസവും അവിടെ വരുന്ന വ്യത്യാസവും കൂടി രണ്ടും കൂടി ഏകദേശം ഷെയർ ചെയ്ത് പോകുന്നുണ്ട്, ഏകദേശം ഈ ബാലൻസ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഈ ബോണ്ട് ലെങ്ത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഏകദേശം ഒരേ ലെങ്ത് തന്നെ നിൽക്കും ബോണ്ട്. റീനിയം 2 ആയാലും റീനിയം 2.5 ആയാലും റീനിയം 3 ആയാലും you can see that the bond length does not change much. This is mainly due to നമ്മുടെ ഡെൽറ്റ ബോണ്ട് കൊണ്ട് കൂടുതൽ അടുത്തേക്ക് വരേണ്ട ആണ്, പക്ഷെങ്കിൽ അത്രത്തോളം വരുന്നില്ല. കാരണം എന്താണ്? ആ വരുന്ന വ്യത്യാസത്തെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ പൈ ബോണ്ട് കൂടുതൽ വീക്ക് ആവുകയാണ് ചെയ്യുന്നത്. Pi bond, why? Because the pi bonds are formed not by the p orbitals but by the d orbitals, and the d orbital as അതിന്റെ വോളിയം അല്ലെങ്കിൽ അതിന്റെ സൈസ് ന്യൂക്ലിയർ ചാർജ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടിയതിനനുസരിച്ച് അതിന്റെ സൈസ് കുറഞ്ഞു വരികയും ഇഫക്റ്റീവ് ഓവർലാപ്പ് അപ്പം എന്ത് ചെയ്യും? ഓർബിറ്റൽസിന്റെ സൈസ് കുറഞ്ഞു പോകും. ഓർബിറ്റൽസ് ഷ്രിങ്ക് ചെയ്തു കോൺട്രാക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താണ്ടാവുക? ബോണ്ട് ഫോർമേഷൻ ലെസ് ആൻഡ് ലെസ് ഇഫക്റ്റീവ് ആവുകയും ചെയ്യും. നമുക്കറിയാം എത്രത്തോളം ഓർബിറ്റൽ ഡിഫ്യൂസ് ആണോ കൂടുതൽ ന്യൂക്ലിയസ് അകന്നേക്കും അതിനനുസരിച്ച് അതിന് കൂടുതൽ ഓവർലാപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ന്യൂക്ലിയസിനോട് കൂടുതൽ അടുത്തേക്ക് വരും ഓവർലാപ്പ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഡി ഓർബിറ്റൽസ് കുറച്ചുകൂടി ഷ്രിങ്ക് ചെയ്ത് കുറച്ചുകൂടി കോൺട്രാക്ട് ചെയ്ത്. എന്തുകൊണ്ടാണ് കോൺട്രാക്ട് ചെയ്യുന്നത്? ബിക്കോസ് ഓഫ് ഇൻക്രീസ് ഇൻ ദി ബോണ്ട് ഓർഡർ. ഇൻക്രീസ് ഇൻ ദി ബോണ്ട് ഓർഡർ, ഇൻക്രീസ് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ്. റീനിയം 2, റീനിയം 2.5, റീനിയം 3 എന്ന ഓക്സിജൻ സ്റ്റേറ്റ് കൂടി വരികയാണ്. കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? ഇവിടെ ഇലക്ട്രോൺസ് മനസ്സിലേക്ക് ഒരു ഇലക്ട്രോൺ കുറഞ്ഞ് പിന്നെ ഒന്ന് കുറഞ്ഞു വരികയാണ്. കുറെ ഇലക്ട്രോൺ കുറഞ്ഞാൽ എന്താണ്? ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടി വരികയാണ്. കൂടി വരുമ്പോൾ ഡി ഓർബിറ്റൽസ് കൂടുതൽ ഷ്രിങ്ക് ചെയ്യുകയാണ്. പൈ ബോണ്ട് കൂടുതൽ വീക്കായി വരികയാണ്. ശരി, ക്ലിയർ? അപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ പല ഫാക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഇതിന്റെ കളറിനെ പറ്റിയും പറഞ്ഞു. കളർ എന്തുകൊണ്ടാണ് കളർ ചിലപ്പോൾ ചോദിച്ചേക്കാം. വൈറ്റ് ഇസ് ഇന്റൻസിറ്റി Ca2ClH. അപ്പൊ അതൊക്കെ അതിന്റെ ബോണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്നതുകൊണ്ട് നമ്മുടെ സിലബസ് പറഞ്ഞിരിക്കുന്നത് ബോണ്ടിങ് ആണ്. പക്ഷെ ബോണ്ടിങ് ബന്ധപ്പെട്ട് വരുന്ന ഫാക്ടേഴ്സ് ആയതൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇത് തുടങ്ങിയപ്പോൾ നോൺ കാർബണൈൽ ക്ലസ്റ്റേഴ്സ്, ഹാലൈഡ് ടൈപ്പ് ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു. ഹാലൈഡ്സ് മാത്രമല്ല നമുക്കറിയാം. ഹാലൈഡ്സിന്റെ നേരത്തെ ഒന്ന് പറഞ്ഞു കാർബോക്സിലേറ്റ് ഉണ്ട്, ആൽക്കോക്സൈഡ് ലിഗൻഡ്സ് ഉണ്ട്. ഇതൊക്കെ ഈ ടൈപ്പ് ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യും.
കാർബോക്സിലേറ്റിന്റെ എക്സാമ്പിൾ എടുത്താൽ യു ക്യാൻ ടേക്ക് ദി കേസ് ഓഫ് chromium acetate. Chromium acetate is ഇത് chromium acetate chromium 2 ആണ്. chromium 2 എന്ന് പറഞ്ഞാൽ അത് D4 ആണ്. നമ്മളെ ജസ്റ്റ് നമ്മളെ ആരെ പോലെ തന്നെയാണ്, റീനിയം പോലെ തന്നെയാണ്, മനസ്സിലായില്ലേ? D4 ആണ്. And we can see that chromium acetate പ്രത്യേകത നമ്മൾ വേറെ സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. chromium acetate is found to be diamagnetic. chromium acetate diamagnetic ആണ്. ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ we expect it to be paramagnetic because ക്രോമിയത്തില് 4 ഇലക്ട്രോൺസ് ഉണ്ട്. and it forms a complex like something like Cr CH3CO ഇവിടെയും CH3CO ഇവിടെ CH3CO ഇവിടെ. You can see that a complex is formed in something like this fashion, a square planar complex. You can see it is a DsP2. and even if it forms an octahedral complex, it is a D2sp3. അപ്പോൾ എന്ത് വേണം? അൺപെയർഡ് ഇലക്ട്രോൺസ് വരണം ഉറപ്പായിട്ടും. അല്ല, അൺപെയർഡ് ഇലക്ട്രോൺസ് അതിൽ ഉണ്ടായിരിക്കും. then there is no possibility of all the electrons to be paired in a chromium complex. ഒരു chromium 2 കോംപ്ലക്സിൽ എല്ലാ ഇലക്ട്രോൺസും പേഡ് ആവാനുള്ള സാധ്യതയില്ല. കാരണം 4 ഇലക്ട്രോൺസ് ആണ്. അത് സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ആണെങ്കിലും ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണെങ്കിലും അതല്ല എന്താണ് ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആണെങ്കിൽ പോലും ടെട്രാഹെഡ്രൽ അങ്ങനെ എന്താ വേണ്ട sp3 ആണ്. അപ്പോൾ ഇവിടെ ബാധിക്കില്ല. സ്ക്വയർ പ്ലാനർ ആകാൻ വേണ്ട dsp2 ആണ്. അപ്പോഴും ഇതേപോലെ ആയിരിക്കും. ഇനി ഒക്ടാഹെഡ്രൽ ഫോം ചെയ്യുന്നെങ്കിൽ D2sp3 ആണ്. അപ്പോഴും 2 ഇലക്ട്രോൺ എങ്കിലും അൺപെയർഡ് ആയിരിക്കണം. ബട്ട് chromium acetate സൈക്കിളി chromium acetate ശരിക്കും പറഞ്ഞാൽ ഡൈഹൈഡ്രേറ്റ്. ആ ഡൈഹൈഡ്രേറ്റ് ആയിരിക്കും ചിലപ്പോൾ ഇവിടെയും ഓരോരു വാട്ടർ ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും ആവട്ടെ, ഇങ്ങനെ ആയാലും കുഴപ്പമില്ല അല്ലേ? വാട്ടർ മോളിക്യൂൾസ്. ഇനിയിപ്പോൾ വാട്ടർ ക്രിസ്റ്റലൈസേഷൻ എന്തെങ്കിലും അതിന്റെ സ്ട്രക്ചറിനെ പറ്റി ഒന്നും ബോധർ ചെയ്യേണ്ട. ക്രോമിയം അസറ്റേറ്റ് എന്തായിരിക്കണം? പാരാമാഗ്നറ്റിക് ആയിരിക്കണം. എന്ത് സ്ട്രക്ചർ കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാലും അതിൽ എന്ത് വേണം? അൺപെയർഡ് ഇലക്ട്രോൺസ് വരണം. പക്ഷേ ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ഡയാമാഗ്നറ്റിക്. and it is seen that actually yes there is a not as effective as in the case of rhenium, but of course there is a quadruple bond with involving all the 4 electrons. These get paired with the next chromium. അപ്പോൾ acetate this ഇതെന്തായിരിക്കും? acetate you can see acetate is bonded something like this. ഒന്നിവിടെ, ബാക്കി താഴേക്ക് ഞാൻ വരക്കുന്നില്ല. സി ആണ്, മനസ്സിലായില്ലേ? CMe ഈ ബോണ്ട് ഈ ബോണ്ട് ഈ ബോണ്ട്. ഇപ്പൊ എന്തായി? 2 ക്രോമിയവും 2 അസറ്റേറ്റുമായി. ബാക്കി 2 എണ്ണം ഒന്ന് നേരെ പെർപെൻഡിക്കുലർ പ്ലെയിൻ വരച്ച് കാണിക്കണ ബുദ്ധിമുട്ടേക്ക് സൈഡിൽ നിന്നൊക്കെ വരക്കണം. നമുക്ക് വരക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാകുന്നുണ്ടാവില്ല. ഒരു അസറ്റേറ്റ് ഇങ്ങനെ വന്ന് ഒരു അസറ്റ് ഇങ്ങനെ വന്ന് മൂന്നാമത്തത് ഇങ്ങനെ വന്ന് നാലാമത്തെ ബോണ്ടിന്റെ ബാക്കിൽ ഇങ്ങോട്ടും പോയി. അതാണ് യഥാർത്ഥത്തിൽ ക്രോമിയം അസറ്റേറ്റിന്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ എന്താ സ്ഥിതി? all the electrons get paired and the species as such becomes a diamagnetic. എന്ന് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എന്തുകൊണ്ട് ക്രോമിയം അസറ്റേറ്റ് ഡയമagnetic ആയി? നമ്മൾ മുമ്പേ വാലൻസ് ബോണ്ട് തിയറി പഠിക്കുമ്പോൾ കഴിഞ്ഞ സംവത്സരം പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ മറന്നിട്ടുണ്ടാവും. ദിസ് ഈസ് വാലൻസ് ബോണ്ട് തിയറി ഇല്ലല്ലോ, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പഠിക്കുന്നത്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നമ്മുടെ ഗോയ് മെത്തേഡ് മറ്റൊക്കെ പഠിച്ചില്ല. അതിനുള്ള ഒരു പോയിന്റ് ആണ് പലപ്പോഴും പരീക്ഷ ചോദിക്കാറുണ്ടാവാത്. പരീക്ഷ കഴിഞ്ഞിട്ടില്ല, പരീക്ഷ വരുന്നുണ്ട്. ഇപ്പം ഓർമ്മിച്ചോ? ക്രോമിയം അസറ്റേറ്റ് ഡയമagnetic ആകാനുള്ള കാരണം എന്താണ്? ദാറ്റ് ആക്ട്സ് ആക്ച്വലി ആസ് എ ഡൈമർ. 2 ക്രോമിയവും 4 അസറ്റേറ്റും കൂടി ചേർന്ന് പ്രത്യേക സ്പീഷീസ്. അതിൽ എന്താണ് ഈ ക്രോമിയം തമ്മിൽ മെറ്റൽ ബോണ്ട് വന്ന് അത് സംവാട്ട് ക്ലോസ് ടു എ ക്വാഡ്രപ്പിൾ ബോണ്ട് and all the 4 electrons get paired. ഇപ്പോൾ ക്രോമിയം തമ്മിലുള്ളത് ഒരു ക്വാഡ്രപ്പിൾ ബോണ്ട്. അതേ സമയത്ത് കോപ്പർ അസറ്റേറ്റ് ഡൈഹൈഡ്രേറ്റ് വേറെ സാധനമാണ്. കോപ്പർ അസറ്റേറ്റ് ഇതേപോലെയാണ്. കോപ്പർ അസറ്റേറ്റിൽ കോപ്പർ ശ്രദ്ധിക്കുക, ക്രോമിയത്ത് കുറെ അപ്പുറം പോയി കോപ്പർ എത്തുമ്പോഴേക്ക് D9 ആയി, D10S1 ആയി ശരിക്കും പറഞ്ഞാൽ. ആൻഡ് കോപ്പർ അസറ്റേറ്റ് ഈസ് D9, കോപ്പർ 2 ആകുമ്പോൾ D9 ആണ്
അല്ലേ? D9 ആകുമ്പോൾ ഇതേപോലെ D9 നമ്മൾ എന്ത് അഭ്യാസം കളിച്ചാലും ഒരു അൺപെയർഡ് ഇലക്ട്രോൺ വേണം, ശരിയല്ലേ?